ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വോക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. കർത്താവിൻ്റെ പീഡാസഹന മരണത്തെ ധ്യാനിക്കുന്ന നോമ്പ് കാല ധ്യാനം, അതിൻ്റെ 48ാമത്തെ ദിവസത്തിലേക്ക്, പീഠാനുഭവ വെള്ളിയുടെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിനെ അടക്കം ചെയ്ത് കാത്തിരിപ്പിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വലിയ സാഹസമാണ്. പീഠാനുഭവ വെള്ളിയാഴ്ച തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഇവിടെ 2 പള്ളികളിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. അത് ബഹുമാനപ്പെട്ട ടിജോ അച്ഛനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയിലുള്ള ടിജോ അച്ഛനാണ് വികാരി. അച്ഛൻ സൺഷൈൻ കോസ്റ്റ്, കബൂൾച്ചർ എന്ന 2 പള്ളികൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ സൺഷൈൻ കോസ്റ്റിൽ പീഠാനുഭവ വെള്ളിയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് കബൂൾച്ചറിലെത്തി. അവിടെ ഉടനെ കർമ്മങ്ങൾ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് പെട്ടെന്ന് ഇതിനിടയ്ക്ക് ഇനി വേറെ നേരമില്ല. അപ്പോൾ കൈക്കാരൻ്റെ വീട്ടിൽ, കബൂൾച്ചറിലെ കൈക്കാരൻ്റെ വീട്ടിൽ വന്നിരുന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഈ മാർഗം 48ാമത്തെ ദിവസം. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുക്കി തരുന്ന കർത്താവിനെ നന്ദിയോടെ ഓർക്കുന്നു. സാധാരണയുള്ള ആമുഖം ഇന്നില്ല, സമയത്തിൻ്റെ തിടുക്കമുള്ളത് കൊണ്ട്. പക്ഷെ ഒരു കാര്യം, സാധാരണ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയും, നാളെ ഒരു വീഡിയോ വരും. നാളെ എന്ന് വെച്ചാൽ വലിയ ശനിയാഴ്ച ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ഒരു സർപ്രൈസാണത്, അത് മിസ്സാക്കരുത്. ഈശോ പറഞ്ഞേൽപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈശോ സംസാരിച്ചൊരു കാര്യം ഞാൻ പൊതുവെ അങ്ങനെ പറയാറുള്ളതല്ല. എന്ന് വെച്ചാൽ ഈശോ സംസാരിക്കാറില്ലെന്നല്ല അർത്ഥം, അങ്ങനെ പറയാറില്ല നിങ്ങളോട്. അപ്പോൾ അതിലൊരു കാര്യമാണ്, അത് ഈ ദിവസങ്ങളിൽ കിട്ടിയതാണ്. അത് നാളെ പറയാം, അത് കാത്തിരിക്കണം. വെരി സ്പെഷ്യൽ തിങ്, അത് നാളെ ഒന്ന് കണ്ടേക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് വരാം. ഇന്നത്തെ ധ്യാനം, ദ ക്രോസ് ആൻഡ് ദ യൂത്ത്, വിശുദ്ധ കുരിശും നമ്മുടെ യുവജനങ്ങളും. ഇന്നലെ കുടുംബങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു, ഇന്ന് യുവജനങ്ങളെക്കുറിച്ച് പ്രത്യേകം ധ്യാനിക്കുകയാണ്. നമ്മുടെ മാർഗം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് യുവജനങ്ങൾ, നാളെ അനുദിന ജീവിത വ്യാപാരങ്ങളിലെ കുരിശ്, എന്നിട്ട് പിന്നെ അവസാന ദിവസം കൺക്ലൂഡിങ് നോട്ട് തരുന്നു, അവസാനിപ്പിക്കുന്നു. എവറി യങ് പേഴ്സൺ, എല്ലാ യുവജനങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ചോദ്യം ആവർത്തിച്ച് കേൾക്കാൻ പറ്റും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഇന്നത്തെ ഈ എപ്പിസോഡുണ്ടല്ലോ, കഴിവതും നിങ്ങളുടെ യുവജനങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി കേൾപ്പിക്കും. ചിലപ്പോൾ അടുത്തിരുന്ന് കേൾക്കത്തൊന്നുമില്ല, കുഞ്ഞുങ്ങൾ സാരമില്ല, പങ്കുവെച്ചേക്കണം. സമയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് കേട്ട നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്? ഇതെല്ലാവരുടെയും ആശങ്കയാണ്. ഇവർ പുറമെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഡീപ്പ് ഇൻസൈഡ് ദേ ഹാവ് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്? ഈ ചോദ്യം ചോദിക്കുമ്പോഴും ഉള്ളിലൊരു ചോദ്യം മറച്ചു വെച്ചിട്ടുണ്ട്. ആ ചോദ്യം എന്നറിയാമോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സഫറിങ്? ഈ സഹനത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? സഹനത്തിൻ്റെ അർത്ഥം തേടി ഉലഞ്ഞു പോവുകയാണ് നമ്മളൊക്കെ. യുവത്വം എന്തൊരു നല്ല പ്രായമാണ്. ഫുൾ ഓഫ് എനർജി അല്ലേ? കരുത്തുറ്റ പ്രായമാണ്, സ്വപ്നങ്ങളുടെ പ്രായമാണ്, സാധ്യതകളുടെ പ്രായമാണ് യുവത്വം. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ യുവജനങ്ങളെയും, പ്രിയപ്പെട്ട യുവജനങ്ങളെയും കർത്താവിന് കുരിശിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. എന്തൊരു നല്ല പ്രായമാണ് യുവത്വം. എൻ്റെ പ്രിയമുള്ള യുവജനങ്ങളെ, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രായം സുന്ദരമാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് ദ ഏജ് ഓഫ് എനർജി, ദ ഏജ് ഓഫ് ഡ്രീംസ്, ഏജ് ഓഫ് പോസിബിലിറ്റി. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും നിങ്ങൾ എന്നോട്, എൻ്റെ പൊന്നച്ചോ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം, ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്കറിയത്തുള്ളൂ. ശരിയാ, നിങ്ങൾ കടന്നു പോകുന്നത് കൺഫ്യൂഷൻസ്, ലോട്ട് ഓഫ് പ്രഷർ, റിജക്ഷൻ, ഇന്നർ സ്ട്രഗിൾ, ഇതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്, ഒത്തിരി പ്രഷർ, സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, പിയർ ഗ്രൂപ്പ് പ്രഷർ, കരിയർ പ്രഷർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അവഗണന, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് അവഗണന? റിജക്ഷൻസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്രൈസിസ്, ഇന്നർ സ്ട്രഗിൾ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വേൾഡ് ഈസ് പ്രോമിസിങ് ഹാപ്പിനെസ്. യുവജനങ്ങൾക്ക് ലോകം കൊടുക്കുന്ന വാഗ്ദാനം സന്തോഷം തരാമെന്നാണ്. എന്നിട്ട് നമ്മുടെ ഈ പാവം യുവജനങ്ങൾ പല സന്തോഷങ്ങളും തേടിപ്പോയിട്ട് അറ്റ് ദ എൻഡ് വാട്ട് ദ വേൾഡ് പ്രൊവൈഡ്സ് ഈസ് എംപ്റ്റിനെസ്. സന്തോഷം തേടിപ്പോയിട്ട് ഒടുക്കം ഈ കുഞ്ഞുങ്ങൾ ശൂന്യതയാണ് കണ്ടുമുട്ടുന്നത്. അവർ സക്സസ് തേടുന്നുണ്ട്, സക്സസ് തേടിയിട്ട് ഒടുക്കം പർപ്പസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതൊരു നിഷ്കളങ്കരാണ്, അവർ ശ്രമിക്കുകയാണ്, അവർ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എവിടെയോ അതിൻ്റെ ഒരു സങ്കടമുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ പാവമുണ്ട്. നമുക്കവരെ കാണുമ്പോൾ വഴക്കൊന്നും പറയാനല്ല തോന്നുന്നത്, ചേർത്ത് പിടിക്കാനാണ് തോന്നുന്നത്. അവരനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ, ഈ പറഞ്ഞതുപോലെ സന്തോഷം തേടിയാണ് പലതിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ആ സന്തോഷങ്ങൾക്കപ്പുറത്ത്
കണ്ടത് എംപ്റ്റിനെസ് ആണ്, വാക്വം ഫീൽ, എങ്ങും എത്താത്തൊരു അനുഭവം. സക്സസ് തേടി ശ്രമിച്ചിട്ട് അവസാനം ജീവിതത്തിൻ്റെ പർപ്പസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇവിടെയാണ് കുരിശ് വരുന്നത്. ഇവിടെയാണ് കുരിശ് നമ്മളോട് സംസാരിക്കുന്നത്. കുരിശ് പറയുന്നത് ദർ ആർ നോ ഈസി ആൻസേഴ്സ്. എളുപ്പത്തിൽ ഉത്തരവൊന്നുമില്ല. ഷാലോ കംഫേർട്ട്, വളരെ പെരിഫറലായിട്ട് ഉപരിതലത്തിൽ തഴുകി തലോടി ആശ്വസിപ്പിക്കുന്ന ഒന്നല്ല കുരിശ്. കുരിശ് നമ്മളെ തേടി വരുന്നത് സത്യവുമായിട്ടാണ്. കുരിശ് നേരാണ്, കുരിശ് സത്യമാണ്. കുരിശ് പഠിപ്പിക്കുന്ന പാഠം സഹനങ്ങളെ ഒഴിവാക്കാനല്ല. ക്രോസ് ഇസ് നോട്ട് ടീച്ചിങ് us to remove suffering but to reveal its meaning. Cross help us to understand the meaning of the sufferings in our life. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ അർത്ഥം അറിയാൻ കുരിശ് നമ്മളെ സഹായിക്കും. മിശിഹ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം സഹനം ഒഴിവാക്കണം എന്നല്ല, മറിച്ച് ഈശോ പഠിപ്പിക്കുന്നത് എൻറ്റർ ഇൻ ടു ഇറ്റ്. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളിലേക്ക് നീ പ്രവേശിക്കുക തൻ്റെ ഇടത്തോടെ എൻറ്റർ ഇൻ ടു ദ സഫറിങ്, ട്രാൻസ്ഫോം ഇറ്റ്. ആ സഹനത്തെ നീ രൂപാന്തരപ്പെടുത്തുക, എന്നിട്ട് ആ സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. അതാണ് കർത്താവ് കുരിശിൽ ചെയ്തത്. അതുകൊണ്ട് അത് തന്നെയാണ് ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. കർത്താവിനോട് ചേർന്ന് സഫറിങ്സ് യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ദാറ്റ് മീൻസ് ദോസ് സഫറിങ്സ് ആർ നോട്ട് മീനിങ്ലെസ്. ദോസ് സഫറിങ്സ് കം വിത്ത് എ പർപ്പസ്. ദോസ് സഫറിങ്സ് കം വിത്ത് എ പർപ്പസ്. അതിന് ഒരു ഉദ്ദേശമുണ്ട്. മിശിഹായോട് ചേർന്ന്. അപ്പോൾ കുരിശ് നമുക്ക് തടസ്സമല്ല, കുരിശ് നമുക്ക് വഴിയാണ്. മുന്നോട്ട് നടക്കാനുള്ള വഴി തെളിച്ച് തരികയാണ് കുരിശ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ, ഒന്ന് ലൂക്ക 9:23. അത് നിങ്ങൾ വായിച്ചു നോക്കണം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ലൂക്ക 9:23. അടുത്തത് ഇതിനോട് ചേർന്ന് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് മത്തായി 16:24 മുതൽ 26 വരെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പോൾ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്, സുവിശേഷം കുരിശിനെ മറച്ചു പിടിക്കുകയല്ല. സഹനമില്ലാത്തൊരു ജീവിതമൊന്നുമല്ല സുവിശേഷത്തിൻ്റെ വാഗ്ദാനം. കുരിശിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല സുവിശേഷം. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥനകളെല്ലാം കുരിശ് ഒഴിവാക്കാനായിട്ട് ആയിപ്പോകുന്നത്. സുവിശേഷം കുരിശിനെ മറച്ചു വയ്ക്കുന്നില്ല, പാത്തു വയ്ക്കുന്നില്ല. മറിച്ച് കുരിശിനെ ആ ശിഷ്യത്വത്തിൻ്റെ സെൻറ്ററിൽ, കേന്ദ്രത്തിൽ വയ്ക്കുന്നുണ്ട് സുവിശേഷം. ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ് കുരിശ് എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ 1-2 ക്യാരക്ടേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ പ്രിയമുള്ള യുവജനങ്ങളെ, ഒത്തിരി സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സമയം പോലെ, ഒരൊറ്റ വാക്യമൊന്നുമല്ല, കുറച്ച് അധ്യായങ്ങളുണ്ട്, സമയം പോലെ വായിക്കുകയും ധ്യാനിക്കുകയും നിങ്ങൾ കൈപിടിക്കുകയും ചെയ്യേണ്ട 2 പേരെ. അവർ ഈ നറേഷൻ നടക്കുന്ന സമയത്ത് ദേ ആർ യൂത്ത്, യുവജനങ്ങളാണ് അവർ, അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് അവർ. അവരെ നിങ്ങൾ പ്രിയപ്പെട്ടവരായി കണ്ടു വായിച്ചു മനസ്സിലാക്കി ചേർത്ത് പിടിക്കണം. ഈ പശ്ചാത്തലത്തിൽ സഹനമുഖത്ത് ഉലഞ്ഞു പോകുന്ന യുവജനങ്ങൾ, ജീവിതത്തിൻ്റെ അർത്ഥം അറിയാതെ ഉഴലുന്നവർ, എന്തിനാണ് ഈ സഹനമെന്ന് ചോദിച്ചു പോകുന്നവർ, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിൽ ശൂന്യത പേറുന്ന യുവജനങ്ങൾ, ഈ 2 പേരെ പ്രത്യേകം ധ്യാനിച്ചോണം. ഒന്നാമത്തെ ആൾ ആരാ? ഡേവിഡ്, അഭിഷിക്തനായ ദാവീദ്, ദ അനോയിന്റഡ് വൺ, ദൈവം ഒരുക്കിയ, ദൈവം തിരഞ്ഞെടുത്ത ചോസൺ വൺ, അതാണ് ഡേവിഡ്. അത് നിങ്ങൾ വായിക്കേണ്ടത് 1 സാമുവൽ ചാപ്റ്റേഴ്സ് 16-31. 1 സാമുവൽ 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഡേവിഡിനെ കുറിച്ച് പറഞ്ഞ ഹീ ഈസ് ദ ചോസൺ വൺ, ഹീ ഈസ് ദ അനോയിന്റഡ് വൺ, ഹീ ഈസ് ഡെസ്റ്റിൻഡ് ഫോർ കിങ്ഷിപ്പ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, രാജ്യത്വത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. എന്നിട്ട് ദാവീദിൻ്റെ വഴി എങ്ങനെയാണ്? ഡേവിഡ്സ് പാത്ത് ഇസ് ദ പാത്ത് ഓഫ് റിജക്ഷൻ, പെർസിക്യൂഷൻ ആൻഡ് സ്ട്രഗിൾ. ശരിക്കും ദാവീദ് നടന്ന വഴി അതല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവം തിരഞ്ഞെടുത്തിട്ട് ദാവീദിന് എന്താ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ സുഖജീവിതമായിരുന്നോ? അല്ല. ദാവീദിനെ ഈ സാവുൾ ടോടിക്കുകയാണ്, ടോർച്ചർ ചെയ്യുകയാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടിയാണ് ദാവീദ് നടക്കേണ്ടി വരുന്നത്. ഒളിച്ചും പാത്തും ജീവിക്കേണ്ടി വരികയാണ്. ഫുൾ ഓഫ് സ്ട്രഗിൾസ്. സംഘർഷങ്ങളുടെ തുടർക്കഥയായി ദാവീദിൻ്റെ ജീവിതം മാറുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ പഠിപ്പിക്കുന്നത് ബിഫോർ ക്രൗൺ ദെയർ ഈസ് വിൽഡർനെസ്. കിരീടത്തിന് മുമ്പ് ഒരു മരുഭൂമി അനുഭവം നിന്നെ കാത്തിരിപ്പുണ്ട്. ബിഫോർ ഗ്ലോറി ദെയർ ഈസ് സഫറിങ്. മഹത്വത്തിന് മുമ്പ് ഒരു സഹനകാലം അനിവാര്യമാണ്. അതുണ്ട്. അപ്പോൾ ദാവീദ് മിശിഹായുടെ നിഴലാണ്. ഡേവിഡ് ഫോർ ഷാഡോസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിക്ക് മാതൃകയുമാണ് ദാവീദ്.
ഈ സഹനകാലത്തെ അതിജീവിച്ച് കഴിയുമ്പോൾ കർത്താവ് മഹത്വം തരും, കർത്താവ് ഉയർത്തും. അപ്പോൾ ദാവീദിനെ കൂടെ കൂട്ടണേ യുവജനങ്ങളെ. രണ്ടാമത്തെ ആൾ ആരാ? ജോസഫ്, പൂർവ്വ യൗസേപ്പ്. എൻ്റെ ദൈവമേ, ചിലർ പറയും, എൻ്റെ പൊന്നച്ചോ ഒരു സമാധാനം ഇല്ല അച്ചോ ജീവിതത്തിൽ. ചില കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴേ, കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന യൂത്ത് ഈസ് ഓൾ അബൌട്ട് ഫൺ, യൂത്ത് ഈസ് ഓൾ അബൌട്ട് ലാഫ്റ്റർ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ അടിപൊളി തമാശയാണെന്ന്. പക്ഷെ നമുക്ക് ചില കുഞ്ഞുങ്ങൾ ടു ദ കോർ അവർ ഈ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് മാറി നിന്ന് വല്ലപ്പോഴും ഒന്ന് റീച്ച് ഔട്ട് ചെയ്ത് അച്ചോ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് അവർ സംസാരിക്കുമ്പോൾ സങ്കടം വരും. ചില കുഞ്ഞുങ്ങൾ പറയുന്നത്, എൻ്റെ പൊന്നച്ചോ ഒന്നിന് പുറകെ ഒന്നായിട്ട് തകരുക അച്ചോ. ദൈവത്തെ വിളിക്കഴിഞ്ഞിട്ടല്ല കാച്ച, പ്രാർത്ഥനയൊക്കെ ഉണ്ടച്ചോ. ആരാ പറയുന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടച്ചോ, ഞങ്ങൾക്ക് ദൈവവിചാരമൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ഉണ്ടല്ലോ, തകർച്ച അവസാനിക്കുന്നില്ല അച്ചോ. ഒരിടത്ത് തീരുമ്പോൾ അടുത്തത് വരും, അടുത്തത് തീരുമ്പോൾ അടുത്തത് വരും. എൻ്റെ എവിടെയാ അച്ചോ കർത്താവ്? അച്ഛൻ ഈ പ്രസംഗിക്കുന്ന, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ദൈവം എവിടെയാ അച്ചോ എന്ന് ചോദിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരാരും ബയസ്ഡ് അല്ല, ദുരുദ്ദേശത്തോടെ ചോദിക്കുന്നൊന്നുമല്ല, നിഷ്കളങ്കതയോടെ അവരുടെ അനുഭവത്തിൽ ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജോസഫിനെ വായിക്കണേ, പൂർവ്വ യൗസേപ്പിനെ മനസ്സിലാക്കണേ. തകർച്ചയുടെ തുടർക്കഥയായ ജീവിതമല്ലേ ജോസഫിൻ്റെത്. കൂടപ്പിറപ്പുകളാൽ തകർക്കപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടവൻ, വെറും ഒരു വിൽപ്പന ചരക്കായി ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോയവൻ, പൊത്തിഫറിന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ നേരിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രം. ചില കുട്ടികൾ അങ്ങനെയും ചോദിക്കും, എൻ്റെ പൊന്നച്ച പള്ളിയില്ല, പട്ടക്കാരില്ല, പ്രാർത്ഥനയില്ല, തോന്നിയപ്പോൾ നടക്കുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല എൻ്റെ അച്ചു. പണ്ടേ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, അത് കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അച്ചോ, ഞാനൊരു മോശം കാര്യത്തിന് പോയിട്ടില്ല. എന്നിട്ടും എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ജോസഫിനെ നോക്ക്, പൊത്തിഫറിന്റെ വീട്ടിൽ നിന്നപ്പോൾ പാപം ചെയ്യില്ലെന്ന് പറഞ്ഞത് കൊണ്ട് വീണ്ടും ശിക്ഷ ഏറ്റു വാങ്ങേണ്ടി വന്നവൻ, തടവറയിൽ അടയ്ക്കപ്പെട്ടവൻ ജോസഫ്. ആ മൊമെന്റ് വരെ കണ്ട ഒരാള് ദൈവത്തെ എങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നത്? ഇതുപോലെ ഒരു നന്ദിയില്ലാത്ത, കൂറില്ലാത്ത ദൈവം എന്നല്ലേ പറയത്തുള്ളൂ. പാവം പിടിച്ചൊരു മനുഷ്യനെ, ഒരു ചെറുക്കനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന കണ്ടോ? അതിനുശേഷമാണ് ഉയർച്ച. തകർന്ന് തരിപ്പണമായവനെ അവിടുന്ന് കർത്താവ് ഉയർത്തിയൊരു ഉയർത്തലുണ്ട്. അവൻ്റെ കൈവെള്ളയിൽ, ദൈവത്തിൻ്റെ കൈവെള്ളയിൽ ജോസഫിനെ എടുത്ത് വെച്ചിട്ട് ഈ എലവേറ്ററിൽ എടുത്ത് പൊക്കുന്ന പോലെയാണ് എടുത്ത് പൊക്കുന്നത്. നേരെ എടുത്ത് ഉയർത്തുകയാണ്. ഫറവോ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് ജോസഫിനെ ഉയർത്തി. ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ഉപദേശിച്ചു, ദൈവം അത് നന്മയാക്കി മാറ്റി. ജനസിസ് 50:20. നിങ്ങൾ ജോസഫിനെ അറിയാൻ ആഗ്രഹിക്കേണ്ടവർ വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 37 to 50 അത് വായിക്കണം. ഇതാണ് കുരിശിൻ്റെ ലോജിക്ക്. നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി എന്ന് പറയുന്നതാണ് കുരിശിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാക്കുക. പിന്നെ യെശയ്യാ 53, സഫറിങ് സെർവൻറ്റ്, സഹനദാസൻ. അവിടെ വേദനയുടെ പർപ്പസ്, വേദനയുടെ പിന്നിലെ ദൈവിക പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പരീക്ഷണകാലം, സഹനകാലം, പരിശീലനകാലമാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സഹനം ഉണ്ടല്ലോ, ഇറ്റ് റിഫൈൻസ് അസ്, നമ്മളെ കുറെ കൂടെ മെച്ചപ്പെട്ടതാക്കും. പ്യൂരിഫൈസ് അസ്, നമ്മളെ ശുദ്ധീകരിക്കും. ആൻഡ് പ്രിപ്പയർസ് അസ്, നമ്മളെ ഒരുക്കും. റിമെമ്പർ ദ സഫറിങ്സ്, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ റിഫൈൻസ് അസ്, പ്യൂരിഫൈസ് അസ് ആൻഡ് പ്രിപ്പയർസ് അസ്, നമ്മളെ ഒരുക്കും. അതാണ് ജ്ഞാനം 3:5 മുതൽ 5-6 വാക്യങ്ങൾ. ദൈവം അവരെ പരിശോധിക്കുകയും അയോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അല്പകാലത്തെ ശിക്ഷണത്തിന് ശേഷം, ശിക്ഷയല്ല കേട്ടോ, ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അല്പകാലത്തെ ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. കർത്താവ് നിന്നെ ഉയർത്തും. രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ റോള്, ഈ കുരിശുമരണത്തിന് മുമ്പ് വരെ സഹനം ശിക്ഷയാണ്, കുരിശുമരണത്തിന് ശേഷം സഹനം കുരിശിലുള്ള പങ്കാളിത്തമാണ്. കുരിശുമരണത്തിന് മുമ്പ് വരെ ഈ വേദനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. കുരിശുമരണത്തോടുകൂടി വേദന നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കുരിശുമരണത്തിന് മുമ്പ് മരണം അവസാന വാക്കാണ്. കുരിശുമരണത്തോടെ മരണം കടന്നു പോകൽ, പാസേജ്, വഴി മാത്രമായി മാറുന്നു. ഇത് പറയുമ്പോൾ കുരിശ് സഹനത്തെ അതിൽ തന്നെ മഹത്വവൽക്കരിക്കുകയല്ല കേട്ടോ. സഹനം അതിൽ തന്നെ വലിയ മഹത്വമുള്ള കാര്യമല്ല. സ്നേഹത്തോടെ സഹനത്തെ ഏറ്റെടുക്കുമ്പോഴാണ്, സ്നേഹത്തിൻ്റെ സമർപ്പണവും സ്നേഹബലിയായും സഹനം മാറുമ്പോഴാണ് സഹനത്തിന് അർത്ഥമുള്ളത്. സഫറിങ്ങിനെ ഇങ്ങനെ മനസ്സിലാക്കുക. ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കാനുള്ള വാക്യം
കമൻറ്റിൽ വരാനുള്ള, ധ്യാനപൂർവ്വം വീണ്ടും വീണ്ടും കേൾക്കാനും ചിന്തിക്കാനുള്ള വാക്യം, സഫറിങ് ഇസ് എ പാത്ത് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അത് ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. സഫറിങ് ഇസ് ദ പാത്ത് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഇറ്റ്സ് എ മീൻസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. അത് ശുദ്ധീകരണത്തിൻ്റെ മാർഗമാണ്. സഹനം ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. പാത്ത് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, മീൻസ് ഓഫ് പ്യൂരിഫിക്കേഷൻ, അത് ശുദ്ധീകരണത്തിൻ്റെ മാർഗമാണ്. അത് പാർട്ടിസിപ്പേഷൻ ഇൻ റിഡംഷൻ, കർത്താവിൻ്റെ രക്ഷയിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ സഹനം. ഈ 3 കാര്യങ്ങൾ സഹനത്തെക്കുറിച്ച് ഓർത്തിരിക്കണേ. പിതാക്കന്മാർ പറയുന്നത്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക്, മാർട്ടിർഡത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴച്ചപ്പോൾ, രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ലെറ്റ് മീ ഇമിറ്റേറ്റ് ദ പാഷൻ ഓഫ് മൈ ഗാഡ്. എൻ്റെ ദൈവത്തിൻ്റെ പീഠാനുഭവത്തെ ഞാനൊന്ന് അനുകരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ പീഠാനുഭവത്തെ ഞാനൊന്ന് അനുകരിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിലേക്ക് സ്വന്തം സഹനത്തെ ചേർത്ത് വയ്ക്കുന്ന ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ഈ ശൂന്യത, അടങ്ങാത്ത ദാഹം, അവസാനിക്കാത്ത വിശപ്പ്. അഗസ്തീനോസ് പുണ്യാളൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അണ്ടിൽ ദേ റെസ്റ്റ് ഇൻ യു. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ ഹൃദയത്തിന് വിശ്രമമില്ല. എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിലേക്ക് എത്തുക. അല്ലാത്തിടത്തോളം കാലം കഴിച്ചാലും വിശപ്പ് മാറില്ല പ്രിയമുള്ളവരെ. കുടിച്ചാലും ദാഹം മാറില്ല, തൃപ്തിയുടെ അനുഭവം നമുക്ക് കിട്ടില്ല. കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ സഹനമെന്ന് CCC 618 പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം മിശിഹായാണ് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം തരുന്നതെന്ന് CCC 1505 നമ്മൾ കാണുന്നുണ്ട്. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ കുരിശെന്നുള്ളത് ഓപ്ഷണൽ അല്ല, അത് എസെൻഷ്യലാണ്. ക്രോസ് ഈസ് നോട്ട് ഓപ്ഷണൽ ഫോർ അസ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അസ്. പ്രാക്ടിക്കലായിട്ട് യുവജനങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്ന ആ സ്ട്രഗിൾസിനെ ആദ്യം നിങ്ങളൊന്ന് തിരിച്ചറിയണം. ആങ്സൈറ്റി ആൻഡ് മെൻ്റൽ സ്ട്രെസ്, ഒത്തിരി ഉത്കണ്ഠ, മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ഈ സോഷ്യൽ മീഡിയയുടെ പ്രഷർ, സോഷ്യൽ മീഡിയ മുമ്പോട്ട് വെക്കുന്നൊരു പ്രഷറുണ്ട്. ഞാനായിരിക്കുന്ന അവസ്ഥയും എത്തേണ്ട ഇടവും അത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഐഡൻറ്റിറ്റി ആരാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ഞാൻ മകൻ, ഞാൻ മകൾ, ഞാൻ ഭാര്യ, ഭർത്താവ്, ഞാനൊരു സഹോദരൻ, സഹോദരി, ഞാനൊരു സുഹൃത്ത്, ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സഭയോട് ചേർന്ന് ഒക്കെ ഐഡൻറ്റിറ്റി, അത് കൺഫ്യൂഷൻ ആകുന്നുണ്ട് മനുഷ്യർക്ക്. ഏത് ഐഡൻറ്റിറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന്. ഈ തോൽവിയെ ഭയക്കുന്നു, ഫിയർ ഓഫ് ഫെയിലിയർ. ഒത്തിരി യുവജനങ്ങൾ ഒന്നിലേക്കും തുനിഞ്ഞിറങ്ങാത്തത് പേടിയാണ്, തോറ്റുപോകുന്നുള്ളത്. ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. എൻ്റെ പ്രിയമുള്ള യുവജനങ്ങൾ, തെറ്റിപ്പോട്ടെ, വീണിട്ട് നമുക്ക് എഴുന്നേക്കാന്നേ. വീഴാതെ ഇരിക്കരുത്, വീഴുമോന്ന് പേടിച്ച് നടക്കാതിരിക്കരുത്. വീണിട്ട് നമുക്ക് എഴുന്നേക്കാം, നടന്നു തുടങ്ങാം. ഒന്ന് വീണോട്ടെ, സാരമില്ല. ഒറ്റപ്പെടൽ, ലോൺലിനെസ്, ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ആദ്യം നീ ഏതാണ് നിൻ്റെ അവസ്ഥയെന്ന് തിരിച്ചറിയുക, കർത്താവിലേക്ക് തിരിയുക. ലോകം എപ്പോഴും പഠിപ്പിക്കുന്നത് എസ്കേപ്പ് ഫ്രം സഫറിങ് എന്നാണ്. സഹനത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കുരിശും പഠിപ്പിക്കുന്നത് ട്രാൻസ്ഫോം യുവർ സഫറിങ്. നിൻ്റെ സഹനത്തെ നീ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നാണ്. ഈശോ ഇല്ലാത്ത സഹനമുണ്ടല്ലോ, കർത്താവിനെ കൂട്ടുപിടിക്കാത്ത സഹനം ഡെസ്പയർ, നിരാശയാണ്. അത് റബല്യനാണ്, അത് എല്ലാവരുടെയും എതിർപ്പാണ്, അത് എംപ്റ്റിനെസ് ആണ്. കർത്താവിനെ കൂടാതെയാണ് ജീവിതം വെച്ച് നീട്ടുന്ന സഹനങ്ങളെ നീ നേരിടാൻ പോകുന്നതെങ്കിൽ അവസാനിക്കുന്നത് നിരാശയിൽ, എതിർപ്പ്, എല്ലാവരുടെ എതിർപ്പ്, വഴക്ക്. ചിലർ കണ്ടിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾ ആ പ്രായം എത്തുമ്പോൾ എല്ലാവരുടെയും ദേഷ്യ, റബല്യസ് ആകുകയാണ്. കർത്താവിനെ കൂടാതെ നിൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ നീ നേരിടാൻ പോയതാണ്. മൂന്നാമത്തത് എംപ്റ്റിനെസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വിൽ ഫീൽ ലൈക്ക് എംപ്റ്റി, യു വിൽ ഹാവ് ദാറ്റ് വാക്വം ഫീൽ. കർത്താവിനെ ചേർത്ത് സഹനങ്ങൾ നേരിടുമ്പോൾ അത് വളർച്ചയാകും, അതിനർത്ഥം കിട്ടും, അത് നമ്മളെ പക്വതയുള്ളവരാക്കും. കർത്താവിനോട് ചേർന്ന് സഹനത്തെ നേരിടണം. അത് നമ്മുടെ ഗ്രോത്താണ്, അത് നമുക്ക് പർപ്പസ് തരും, അത് നമ്മളെ മച്യൂറാക്കുമെന്ന് ഓർക്കണേ. അപ്പോൾ ജീവിതത്തിൻ്റെ കുരിശുകളെ പുൽക്കാൻ യുവജനങ്ങളെ നമുക്കൊരുക്കാം. നമ്മുടെ യുവജനങ്ങളോട് പറ, ഡോണ്ട് ഫിയർ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളെക്കാളേറെ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് നമ്മൾ യുവജനങ്ങളെ പ്രത്യേകം ഓർത്ത് ഇന്ന് കമൻറ്റ് സെഷനിലുമൊക്കെ പ്രിയമുള്ളവരെ പ്രാർത്ഥന ഉയരട്ടെ. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഉയരട്ടെ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ഉയരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ്, ഗിവ് മീനിങ് ടു മൈ സഫറിങ്. എൻ്റെ സഹനങ്ങൾക്ക് നീ അർത്ഥം തരണേ. ഓ ലോർഡ്,
ഗിവ് മീനിങ് ടു മൈ സഫറിങ്സ്. എൻ്റെ സഹനങ്ങൾക്ക് നീ അർത്ഥം കൽപ്പിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അവർ കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങളെയും, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവരുടെ വേദനകളെയും നിൻ്റെ കുരിശോട് ചേർത്ത് ഞങ്ങൾ വയ്ക്കുന്നു. നീ അവർക്ക് സൗഖ്യം നൽകണേ. നീ അവരെ ചേർത്ത് പിടിക്കണേ. അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം, സഹനത്തിൻ്റെ പർപ്പസ് അവർക്ക് നീ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.